ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പുതിയൊരു റെസിപ്പിയായി വന്നിട്ടുണ്ട്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി ബൺ ദോശ. ബൺ ദോശ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ദോശയാണ്. ദോശയാണോ എന്ന് ചോദിച്ചാൽ ദോശയാണ്. ഒരു ബൺ ഷേപ്പിൽ അല്ലെങ്കിൽ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ഒരു വെറൈറ്റി ദോശയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, പിന്നെ കുറച്ച് വെറൈറ്റിയുമാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം സെയിം ദോശ തന്നെ കഴിച്ച ഒരു ബോറടി ഉണ്ടാവില്ല. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഒന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3/4 സ്പൂണോളം ഉലുവയും ചേർത്തു. ഇനി ഇത് നമുക്ക് നന്നായി കഴുകി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാൻ വെക്കാൻ, കാരണം അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ. അപ്പോൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകി നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കുതിർത്ത് വെക്കുന്നത്, എന്നിട്ട് വൈകുന്നേരം അരച്ച് വെക്കും. ഇനി അരി അരക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപ് ഞാൻ 3/4 കപ്പ് അവൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇത് ചുവന്ന അവലാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് അവലാണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പം ചുവന്ന അവലാണെങ്കിൽ ഫസ്റ്റത്തെ വെള്ളം ഒന്ന് നിങ്ങൾ കഴുകി കളയണം കേട്ടോ, ഊറ്റി കളയണം. അത്രയും റെഡ് കളർ, നമുക്ക് ബ്രൗൺ കളർ വേണ്ട. അപ്പോൾ അതൊന്ന് കഴുകി കളയണം, എന്നിട്ട് വേണം കുതിർത്ത് വെക്കാൻ. 10 മിനിറ്റ് മതിയാവും. ഇതിപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി വേണം. ഇനി കഴുകി വെച്ച അരിയും അവലും ചിരകിയ തേങ്ങയും കൂടി നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 2 ബാച്ചസ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി, ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല തിക്കായിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബ്രൗൺ അവൽ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് അവൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. കുറച്ചും കൂടി നല്ല വൈറ്റ് കളറിൽ അപ്പം കിട്ടും. ഏതാണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 8 hours എങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾ രാവിലെയാണ് അരക്കുന്നതെങ്കിൽ രാത്രിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു 8 hours മിനിമം എന്തായാലും വേണം. എന്നാൽ മാത്രമേ നല്ല സ്പോഞ്ചി ഫ്ലഫി ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ രാവിലെ ഇതൊന്ന് തുറന്ന് നോക്കി, നന്നായി ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാവ് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മളത് മാറ്റി വെച്ചു. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചു. അത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി ഉഴുന്ന്. അതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് അത്രയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൊണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണമെന്നില്ല, ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി. വലിയ കളർ ചേഞ്ച് ഒന്നും ആവണ്ട. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ കളർ ചേഞ്ച് ഒന്നും വരില്ല കേട്ടോ.
ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1.25 തവിയാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ചെറിയ അപ്പമാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും 1.5 തവി തന്നെ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. ഇനി അടിയിൽ നന്നായി കുക്കായി വന്ന ശേഷം നമുക്ക് ഈ അപ്പം മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരു മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് എടുത്ത് മാറ്റി. രണ്ടാമത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. 1.5 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. അപ്പം ചെറുതായി ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ 1 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ ഉണ്ടാവണം. ഇതാ അപ്പോൾ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ താളിച്ച് ചേർത്തിട്ടുണ്ട് അല്ലേ, കടുകൊക്കെ താളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളിത് ചൂടോടെ കൂടി തന്നെ കഴിച്ച് നോക്കണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയായി ഉടനെ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.